സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ല. നമുക്ക് വേണ്ടപ്പെട്ടവർ വിളിച്ചറിയിക്കുമായിരുന്നു. 10:30 ഉണ്ടായ സംഭവം ഉണ്ടായി. 11-നാണ് ഞാൻ അറിയുന്നത്. അവിടുന്ന് ഞാൻ പോന്നു. ഞാൻ ഒരു ചെറിയ ഞാൻ റിട്ടയർഡ് DM ആണ്. കളമശ്ശേരി ചെറിയ ഔഷധിയുടെ ഏജൻസി ക്ലിനിക്ക് നടത്തുന്നു. ഇവിടെ വന്നപ്പോൾ ഇത് നമ്മുടെ കെട്ടിടം, ഇത് റെന്റിന് കൊടുക്കുന്ന ഈ ആകെ 74 ഈ ജനൽ എല്ലാം പോയല്ലോ നോക്ക്. 74 ജനൽ കംപ്ലീറ്റ് ചില്ല് പൊട്ടിപ്പോയി. 3 ജനലുകൾ തെറിച്ചു പോയി, പറമ്പിൽ കിടന്നു. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ 7 ഡോറുകൾ തെറിച്ചു പോയി. ഇവിടുത്തെ 5, അവിടുത്തെ 1 തെറിച്ചു പോയി. പിന്നെ 2 ലക്ഷം രൂപയുടെ മരുന്ന് വെച്ചത് ഈ ഡോറ് തെറിച്ചു പോയിട്ട് ഇതിലൊക്കെ ചെന്ന് അടിച്ച് താഴെ വീണിട്ട് അവിടെയാണ് ഈ ആളുകളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവനും എണ്ണകളും കുഴമ്പുകളൊക്കെ ഞാൻ തന്നെ നമുക്കിവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. അത് ഉദ്ദേശം ഒരു 2:30-3 വരും. അത് മുഴുവനും പോയി, കംപ്ലീറ്റ് ഡാമേജ്ഡാണ്. പിന്നെ ഈ ദേവസ്വം ബോർഡിനെ പറ്റി പറയാനാണെങ്കിൽ 3-4 വർഷം മുമ്പ് ഇവർ ഇവിടെ പടക്കം ഉണ്ടാക്കുന്നതിനും കണ്ടോ? നിങ്ങൾ ഇവിടെ കണ്ടല്ലോ. അവിടെ പടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 പേര് മരിച്ചു, ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് അവിടെ നമ്മൾ ഈ കുഴിച്ചിടുന്ന കുറ്റി വരണതില്ലേ, അത് പൊട്ടിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരിച്ചു. അങ്ങനെ ഇത് രണ്ടും കൊടുത്തിട്ട് ഇങ്ങനെ 5 മരണങ്ങൾ ഉണ്ടായിട്ടും ഇവർക്ക് ഇത് നടത്താനായിട്ട് ആരാണ് പെർമിഷൻ കൊടുക്കുന്നത്? ഇത്രയും തൊട്ട് വീടുകൾ നിങ്ങൾ കണ്ടില്ലേ, ആ വീടൊക്കെ ചരിഞ്ഞ് വീഴാറായിരിക്കുകയാണ്. അപ്പൊ ഇത്രയും അടുത്തുള്ളിടത്ത് ഈ ഇത്രയും ആരുടെ സ്വാധീനം കൊണ്ടാണ് ഇവർ നടത്തുന്നത്? അതിന്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ടതായ ശിക്ഷ കൊടുക്കുകയാണ്. ഇപ്പൊ അവരൊന്നും രംഗത്ത് വന്നിട്ടേ ഇല്ല. 2 പേരെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടു ഓട്ടത്തിനിടയിൽ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേര് മരിച്ചു. ഇതിനോട് അത് അറിഞ്ഞില്ലേ? ഇതിലിപ്പോ 2 പേര് മരിച്ചു. ഈ അപകടത്തിൽ 2 പേര് മരിച്ചു. അതിൽ വണ്ടിയിലെ ജോലിക്കാർ 2 പേരും മരിച്ചു. ഈ പടക്കത്തിന്റെ ബന്ധപ്പെട്ട് 2 പേര് ഇപ്പൊ ആശുപത്രി കിടക്കുന്നു. മരണാസന്നയിലാണ്, രക്ഷപ്പെടുമെന്ന് പറയാൻ വയ്യ. എനിക്ക് ഇതെല്ലാം തേക്കിന്റെ വാതിലുകളാണ്. ഈ ജനലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതിന് എങ്ങനെ പോയാലും ഒരു 8-9 ലക്ഷം രൂപ ഇല്ലാതെ എനിക്കതിനെ ശരിയാക്കാൻ പറ്റുകയില്ല. കാരണം ഒത്തിരിയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. TV പോയി, ഫ്രിഡ്ജ് പോയി, മറ്റേ കടയുടെ ഷട്ടർ പോയി. ഫ്രണ്ടില് ഷട്ടറുണ്ട്, ആ ഷട്ടർ പോയി, അതിനകത്തുള്ള ഉപകരണങ്ങളും പോയി. ആ കടയുടമ ഒരു പാവം മനുഷ്യനാണ്, അയാൾ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെതിരെ പിന്നെ നമ്മുടെ പടക്കം ഉണ്ടാക്കുന്നതിനെതിരെ കേരളത്തിലൊട്ടാകെ പ്രശ്നം ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ കോടതി അതിനെ പൂർണ്ണമായി വിലക്കുന്നില്ല. അത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു കോലാഹലം ഉണ്ടായി 1 വർഷമോ 2 വർഷമോ അത് ഇല്ലാതിരിക്കും. വീണ്ടും അവരതിനെ ഇതിപ്പോൾ വടക്കൻ കൂറ്റും തെക്കൻ കൂറ്റുകാരും തമ്മിലുള്ള മത്സരത്തിൽ ഓരോരുത്തരും അതിനേക്കാൾ ശക്തി, ഇന്നലെ പൊട്ടിച്ചതിനേക്കാൾ ശക്തി കൂടിയത് മറ്റൊരു അടുത്ത ദിവസം ഇറക്കാണ്. അതാണ് ഇന്നലെ ഇവിടെ കണ്ടത്.